ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ വന്നിരിക്കുന്നത് രണ്ട് മോഡലുള്ള അബായ കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആദ്യത്തെ മോഡൽ ഇതാണ്. ഇത് ഔട്ടറും ഇന്നറും സെപ്പറേറ്റ് വരുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. വേറെ ഒന്നെന്ന് വെച്ചാൽ ഇത് ഇന്നറ് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ്. ആ ഫ്രില്ലിൻ്റെ അവിടെ ഉള്ളിലായിട്ട് മാത്രമാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത്. ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് 3 മീറ്റർ ക്ലോത്താണ് വേണ്ടത്. ഒരു അബായ സ്റ്റിച്ച് ചെയ്യുന്നതിന് 3 മീറ്റർ ക്ലോത്താണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ 6 മീറ്റർ എടുത്തിട്ടുണ്ട്. 2 അബായയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, 2 മോഡലായിട്ട്. കട്ടിങ്ങൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. ആദ്യം നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പാർട്ട് 10 ഇഞ്ച് ഇറക്കത്തിൽ ഞാൻ മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ വിഡ്ത്തും ലെങ്തും ഒക്കെ നമുക്ക് അളന്ന് കൊടുത്തിട്ട് നമുക്കതൊക്കെ ബാക്കിയെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് അത് ഞാൻ ഇതുപോലെ റൗണ്ട് ചെയ്ത് വരച്ചു. അതിനുശേഷം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ കൈക്കുഴിയുടെ താഴെ നമ്മളിതുപോലെ വളച്ച് വരച്ച് അടയാളപ്പെടുത്തി കൊടുത്ത് അതിനുശേഷം താഴ്ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2 അബായയും യോക്ക് പാർട്ട് ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്, താഴേക്കുള്ള മെറ്റീരിയലിൻ്റെ ലെങ്ത് നമ്മൾ ഇവിടെ 48ആണ് എടുത്തിരിക്കുന്നത്. അതിവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം സെൻറ്റർ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. യോക്ക് പാർട്ട് 10 എടുത്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് വരുന്നത് 48 നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ആണ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്ക് പാർട്ട് നമ്മൾ ഫുൾ ലെങ്താണ് എടുക്കുന്നത്. ഒട്ടും സെൻറ്ററും ഒന്നും കട്ട് ചെയ്യുന്നില്ല. ഫുള്ളായിട്ടുള്ള നമുക്ക് എത്രയാണോ ഒരു അബായയ്ക്ക് ലെങ്ത് വേണ്ട അതനുസരിച്ച് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ 57 ഇഞ്ച് ലെങ്തിലാണ് എടുക്കുന്നത്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. 57 ലെങ്തിൽ മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ ഷോൾഡർ ഞാനിവിടെ കറക്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് ഈ അളവെല്ലാം നമ്മൾ അളക്കുന്നത്. ഇതുപോലെ കൈക്കുഴിയുടെ അളവും നമ്മളിവിടെ അവിടെ ബ്രസ്റ്റ് എത്രയാണോ വേണ്ട അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് അതിനുശേഷം ഷേപ്പ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ കൈക്കുഴി ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഷേപ്പ് നമുക്കിവിടെ ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്തിട്ട് താഴേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴെ വരെ നമ്മളിതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ച് അത് കട്ട് ചെയ്ത് മാറ്റും. ബാക്ക് പാർട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും കട്ട് ചെയ്യുന്നില്ല. സാധാരണ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതുപോലെ ഫുള്ള് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിത് ഫുള്ളിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു അബായയ്ക്ക് നമുക്ക് ഇത്രയും കട്ടിങ് മതി. ഇനി ഒരു സ്ലീവും കൂടെ കട്ട് ചെയ്താൽ മതി ഒരു അബായ സ്റ്റിച്ച് ചെയ്യുന്നതിന്. പിന്നെ ഒരു അബായ സ്റ്റിച്ച് ചെയ്യുന്നതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു റോസ് മെറ്റീരിയൽ നമ്മൾ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ നെക്ക് ഇവിടെ കട്ട് ചെയ്യുന്നില്ല. അബായയുടെ നെക്ക് നമ്മൾ കട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ നമ്മളിതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇതുപോലെ മെറ്റീരിയലിനെ 4ആയിട്ട് മടക്കിയിടുക. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മളിവിടെ ഇലാസ്റ്റിക്കിൻ്റെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ലെങ്ത് കൂട്ടിയിട്ടെടുക്കണം, അല്ലെങ്കിൽ ചുരുങ്ങി മുകളിലേക്ക് കയറിപ്പോകും ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഞാനിവിടെ ഒരു 25 ഇഞ്ച് ലെങ്തിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ താഴേക്ക് 4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് കൈക്കുഴി ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കാം. താഴ്ഭാഗം ഒരു 10 ഇഞ്ച് എടുത്ത് ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ബാക്കി ലെവൽ ചെയ്ത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. താഴെ ഇലാസ്റ്റിക് പിടിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ 10 ഇഞ്ച് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു അബായയ്ക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരു റോസ് കളർ മെറ്റീരിയലാണ്. നമുക്ക് ആ ബ്ലാക്കിൽ റോസ് പ്രിൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റോസ് കളർ മെറ്റീരിയൽ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നത്. അത് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ ലെങ്ത് തന്നെയാണ് എടുക്കേണ്ടത്. ഫ്രണ്ട് പാർട്ടിൽ കട്ട് പാർട്ടിൻ്റെ സ്ഥാനത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ അതേ അളവ് തന്നെ എടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിലെ യോക്ക് പാർട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം വെച്ചിട്ട്
ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക. അത് ഒരു 1/2 ഇഞ്ച് കയറ്റി വയ്ക്കുക. എന്ന് വെച്ചാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ളതാണ്. അതിന് ശേഷം നമുക്കിതുപോലെ ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്ക് പാർട്ടിൻ്റെ അതേ അളവിലാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതേ അളവിൽ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് ഫുള്ള് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ടിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് നെക്ക് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇതുപോലെ ഫ്രണ്ടിലേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി താഴെ വയ്ക്കേണ്ട പീസ് നമുക്കിതുപോലെ എടുത്തതിന് സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ട് പാർട്ടിലെ മെറ്റീരിയൽ. അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് മെറ്റീരിയലും ഇതുപോലെ തന്നെ നമുക്ക് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ താഴെ വയ്ക്കുന്ന മെറ്റീരിയലാണിത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം രണ്ടും നമ്മൾ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനെ യോക്ക് പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഞൊറു ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് യോക്ക് പാർട്ടുമായിട്ട്. ഇത് ഒരു അബായയ്ക്ക് നമ്മൾ ഞൊറു ഇട്ട് സെൻറ്റർ ഭാഗം വരെ ഞൊറു ഇടും. ഫുള്ള് ഞൊറു ഇട്ടെടുക്കും. അങ്ങനെയാണ് അത് ഇത് ഫുള്ള് ഞാൻ ഞൊറു ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പീസ് ഈ യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്നിടം വരെ പിടിപ്പിക്കുക. അടുത്ത പീസ് അവിടുന്ന് പിന്നീടുള്ള ഭാഗത്തേക്ക് പിടിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരബായയ്ക്ക് അങ്ങനെയല്ല ഞൊറു ഇടുന്നത്. അത് ഞാൻ അടുത്ത അബായ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ഞൊറു ഇട്ടെടുക്കുക. ഫുള്ള് ഞൊറു ഇട്ടെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരബായ അതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത്തെ അബായ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സെൻറ്റർ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. സെൻറ്റർ ഭാഗത്തിന് ഒരു 2 ഇഞ്ച് വരാൻ ഭാഗത്തിന് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ വെച്ചാണ് സ്റ്റിച്ചിങ് നിർത്തുന്നത്. യോക്ക് പാർട്ട് മാത്രം. താഴത്തെ ഭാഗം യോക്ക് പാർട്ടിൻ്റെ 2 ഇഞ്ച് ഉള്ളിലേക്ക് വരാൻ പാകത്തിന് വെച്ചിട്ട് രണ്ട് സൈഡും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററിൽ നിന്നും 2 ഇഞ്ച് അപ്പുറം ഇപ്പുറം വരാൻ പാകത്തിന് വേണം നമ്മൾ അവിടെ കൊണ്ടുവന്ന് വേണം നിർത്താൻ സ്റ്റിച്ചിങ്. ഞൊറു ഇട്ടെടുത്ത് വരുമ്പോഴത്തേക്കും ഇതുപോലെ വരും. ഒരു 4 ഇഞ്ച് അകലം വരും ഫ്രണ്ടിൽ. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ റോസ് മെറ്റീരിയൽ പിടിപ്പിച്ച് കൊടുക്കുന്നത്. റോസ് മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ടും നമ്മൾ യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തും കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരറ്റത്ത് നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സെൻറ്റർ തമ്മിൽ ഒരുമിച്ച് വരണം. സെൻറ്റർ തമ്മിൽ ഒരുമിച്ച് വരാൻ പാകത്തിന് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഞാൻ ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ റോസ് പീസ് ഉള്ളിൽ വരും. ഉള്ളിൽ വന്നിട്ട് ആ ഞൊറു ഇട്ട പീസ് പുറത്തേക്കാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നത്. റോസ് പീസ് ഉള്ളിൽ വരും. എന്നിട്ട് ഫ്രണ്ടിൽ ആ ഞൊറു ഇട്ട ഭാഗം വരും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ കൂട്ടി യോജിക്കുമ്പോൾ ബാക്ക് പാർട്ട് ആദ്യം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് എടുത്ത് വയ്ക്കുക. ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ച് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വരിക. കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫ്രണ്ട് അടിച്ച് മറിച്ചേക്കുന്ന മെറ്റീരിയലിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ട് ഒന്ന് മടക്കി ഉള്ളിലേക്ക് പോകാൻ പാകത്തിന് ഒരു പടി കണക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്ക് പാർട്ടിലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അബായയ്ക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് പാർട്ടിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഒരു പടി കണക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് മറുഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ മറുഭാഗം എത്തുമ്പോഴത്തേക്കും ഇതുപോലെ ഫ്രണ്ട് പാർട്ട് ഷോൾഡറും ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറും അവിടെയും നമ്മൾ ഒരുമിച്ച് വയ്ക്കുക. അറ്റം തമ്മിൽ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ആ പടി ഇതുപോലെ വെച്ച് കൊടുത്ത് കൊണ്ടുവന്ന് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ മറച്ചിട്ടതിന് ശേഷം ബാക്ക് പാർട്ടിലേക്ക് പ്രസ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് പാർട്ടിലേക്ക് വരാൻ പാകത്തിന് മെറ്റീരിയൽ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിക്കുക. ആ പടിയും ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ നമ്മൾ ആ പടി ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിലേക്കാണ് വരാൻ പാകത്തിനാണ് വെച്ച് കൊടുത്തിട്ട് പുറത്തുകൂടാണ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫുള്ള് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പടി ഒന്ന് ഉള്ളിലേക്ക് വെച്ചല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ച് ബാക്ക് പാർട്ടിൽ ഇതുപോലെ ഒരറ്റത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴെ കൊണ്ടുവന്ന് സൂചി നിർത്തി വെച്ച് പിന്നീട് താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് അവിടെയും കൊണ്ടുവന്ന് സൂചി നിർത്തി പിന്നീട് മുകളിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. അത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് 1 ഇഞ്ച് വീതിക്ക് 1 ഇഞ്ച് വീതിയുടെ ഇലാസ്റ്റിക് പിടിപ്പിക്കാൻ പാകത്തിന് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി നല്ല വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 സ്ലീവും ഇങ്ങനെ വീതിക്ക് മടക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സ്ലീവിനെ 2 സ്ലീവും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സ്ലീവിനെ മെറ്റീരിയലിൻ്റെ കൈക്കുഴിയിലേക്ക് ഇതുപോലെ വെച്ച് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്ലീവ് ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്ത് ഒരൊറ്റ സെൻറ്ററിൽ നിന്നും താഴേക്ക് നമുക്ക് ഈ കൈക്കുഴിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും അടുത്ത സൈഡും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്ലീവും ഞാനിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 അബായാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും പിന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. 2 അബായയുടെയും ഫ്രണ്ടിലത്തെ പാർട്ട് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ താഴെ ഇലാസ്റ്റിക് ഇതുപോലെ കയറ്റി കൊടുക്കണം. ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി ഫുള്ള് കയറ്റി കൊടുത്ത് ശേഷം ഒരറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മറുഭാഗവും നമ്മൾ കറക്റ്റാക്കി ലെവലാക്കി കൊടുത്തതിന് ശേഷം അവിടവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ കറക്റ്റ് ഞൊറു ഇട്ട് കൊടുക്കുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് 2 അബായയ്ക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും സെപ്പറേറ്റ് കാണിക്കാത്തത്. ഇത് രണ്ടും ഫ്രണ്ട് പാർട്ട് ഞൊറു ഇടുന്നതിലാണ് വ്യത്യാസം ഉള്ളത്. ഫ്രണ്ട് പാർട്ട് ഞൊറു ഇടുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് 2 അബായയ്ക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. മനസ്സിലാവാത്തവരൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഒരെണ്ണത്തിന് സെപ്പറേറ്റ് ആണ് നമ്മൾ ഇന്നറും ഔട്ടറും വരുന്നത്. ഒരെണ്ണത്തിൽ ഒന്ന് അറ്റാച്ച് ചെയ്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇന്നർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഔട്ടർ മാത്രം സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത് ഒരു അബായയുടെ. പിന്നെ ഓരോ അബായ അതിലേക്ക് യോജിപ്പിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇന്നർ ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നോർമൽ പർദ്ദ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇന്നർ സ്ലീവിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 സൈഡും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇലാസ്റ്റിക് ഒരുമിച്ച് പിടിച്ച് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി താഴേക്ക് പിന്നീട് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ഇന്നർ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിൽ 3 മെറ്റീരിയലും കൂടെ ഒരുമിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു റോസ് കളർ ഇന്നർ നമ്മൾ കൊടുത്തിട്ടാണല്ലോ ഒരെണ്ണത്തിൽ സ്റ്റിച്ച് ചെയ്തത്. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും 3 കൂടെ ഒരുമിച്ച് വെച്ച് നമ്മൾ 2 സൈഡും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ 2 സൈഡും താഴ്ഭാഗം വരെ നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴ്ഭാഗം നമ്മൾ മടക്കിയിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം താഴ്ഭാഗം ചുമ്മാ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. 2 അബായയിലും അങ്ങനെ തന്നെയാണ് താഴ്ഭാഗം നമ്മൾ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.